ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ 2 ആത്മസുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. അവരിൽ ഒരാൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരനായിരുന്നു. ഒരു ദിവസം അയാൾ കൂട്ടുകാരനോട് പറഞ്ഞു, നമുക്ക് ഈ നാട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയാലോ? ഒരുപക്ഷെ നമ്മുടെ ഭാഗ്യം അവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ? അത് കേട്ട സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഇവിടെ സന്തുഷ്ടനാണ്. ഇതിനേക്കാൾ മികച്ച കാലാവസ്ഥയോ സാധ്യതകളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ നിന്റെ ആഗ്രഹം പോലെ ചെയ്തോളൂ. എന്തായാലും നീ വൈകാതെ മടങ്ങി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അയാൾ അങ്ങനെ ഭാഗ്യം തേടി യാത്ര തുടങ്ങി. പിറ്റേന്ന് അയാൾ ഒരു രാജസദസ്സിൽ എത്തിച്ചേർന്നു. തൻ്റെ ഭാഗ്യം അവിടെ ആയിരിക്കും, അയാൾ കരുതി. രാജാവിനെ പ്രീതിപ്പെടുത്താൻ കിട്ടിയ എല്ലാ അവസരങ്ങളും അയാൾ മുതലാക്കി. എങ്കിലും ഭാഗ്യം അയാളെ തുണച്ചില്ല. അയാൾ ചിന്തിച്ചു, എന്താണ് എൻ്റെ തെറ്റ്? ഏതായാലും ഭാഗ്യം എന്നെ ഇവിടെ തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഭാഗ്യം മറ്റെവിടെയോ ആണ്. ഇവിടെ ഉള്ളവർ എല്ലാവരും വളരെ അത്യാഗ്രഹികളാണ്. എനിക്ക് താമസിക്കുവാൻ ഒരു മുറി പോലും ഇല്ലാത്ത ഇവിടം വിട്ട് എത്രയും പെട്ടെന്ന് പോകുന്നത് തന്നെ നല്ലത്. സൂററ്റിൽ ഭാഗ്യം ഒരുപക്ഷെ എന്നെ തുണച്ചേക്കും. വൈകാതെ അയാൾ കപ്പലിൽ കയറി അവിടെ നിന്നും യാത്ര തുടർന്നു. യാത്രയിൽ ഒട്ടേറെ ദുരിതങ്ങൾ അയാൾ സഹിക്കേണ്ടതായി വന്നു. കടൽ കൊള്ളക്കാരും പ്രതികൂലമായ കടൽക്കാറ്റും പാറക്കെട്ടുകളുമെല്ലാം അയാളുടെ യാത്ര ദുസ്സഹമാക്കി. പലപ്പോഴും മരണത്തെ അയാൾ മുഖാമുഖം കണ്ടു. ഒടുവിൽ അയാൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. പക്ഷേ ഭാഗ്യം കടാക്ഷിക്കുവാൻ ഏറ്റവും യോജിച്ച സ്ഥലം ജപ്പാനാണ് എന്ന് അവിടെയുള്ളവർ പറഞ്ഞു. അയാൾ സമയമൊട്ടും പാഴാക്കാതെ ജപ്പാനിലേക്ക് യാത്ര തിരിച്ചു. ദുരിതപൂർണമായ മറ്റൊരു യാത്രയ്ക്കൊടുവിൽ അയാൾ പാഠം പഠിച്ചു. അതിങ്ങനെയാണ്: ഭാഗ്യം കടാക്ഷിക്കുന്നതിന് വേണ്ടി അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കൂ. പ്രകൃതി തന്നെ എല്ലാം ഒരുക്കിത്തരും. ജപ്പാനോ ഇന്ത്യയോ മറ്റെവിടെയെങ്കിലും ഭാഗ്യം തിരഞ്ഞു പായുന്നത് ബുദ്ധിശൂന്യമാണ്. കാരണം ഭാഗ്യം ഇവിടെ ഒന്നുമല്ല കുടികൊള്ളുന്നത്. സ്വന്തം ഗ്രാമത്തിൽ തന്നെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ഒടുവിൽ അയാൾക്ക് മനസ്സിലായി. അനാവശ്യമായ അലഞ്ഞുതിരിയൽ മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ അയാൾ തീരുമാനിച്ചു. വീട്ടിലെത്തിച്ചേർന്ന അയാൾക്ക് മനസ്സിലായി, സ്വന്തം ദേശത്ത് സ്വന്തം വീട്ടിൽ കഴിയുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. തൻ്റെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിലും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല. രാജസദസ്സും കടൽ യാത്രയും നാനാദേശങ്ങളുമെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഭാഗ്യചിന്ത നമ്മെ ചഞ്ചലരാക്കും. അവ നമ്മെ വശീകരിക്കും. ഇനിയൊരിക്കലും ഞാൻ ഭാഗ്യം തേടി അലയുകയില്ല. ഇങ്ങനെ ശപഥമെടുത്തുകൊണ്ട് അയാൾ വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ പടിയിൽ അയാളുടെ ഭാഗ്യം അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ആത്മസുഹൃത്തിൻ്റെ രൂപത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്രീംകാരാമൃതസിന്ധുകൗസ്തുഭമണിം ഹ്രീംകാരമധ്യസ്ഥിതാം ഹ്രീംകാരോന്നതരത്നസൗധവലഭീ സംലാസിപാരാവതീം ഹ്രീംകാരാമരപാദപാഗ്രവിഹരത്സംഹൃഷ്ടകേകീം ഭജേ ഹ്രീംകാരാംബുജചഞ്ചലാം ഹൃദിഗതാം ഹ്രീംകാരവർണ്ണാത്മികാം. ഹ്രീംകാരാമൃത സിന്ധു കൗസ്തുഭമണിം. ഹ്രീം എന്ന മന്ത്രമാകുന്ന പാലാഴിയിൽ നിന്നും ഉദിച്ചുയർന്ന കൗസ്തുഭരത്നം പോലെ അമ്മ ശോഭിക്കുന്നു. സമുദ്രമഥന സമയത്ത് ഉയർന്നു വന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു രത്നമാണ് കൗസ്തുഭരത്നം. ജ്ഞാനമാകുന്ന സമുദ്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ചൈതന്യസ്വരൂപമാണ് അമ്മ. ഹ്രീംകാര മധ്യസ്ഥിതാം. ഹ്രീം എന്ന മന്ത്രത്തിൻ്റെ നടുക്കായിട്ട് വസിക്കുന്നവൾ. ഹ്രീംകാരോന്നത രത്ന സൗധ വലഭീ സംലാസി പാരാവതീം.
ഹ്രീം എന്ന് പേരുള്ള ഉന്നതമായ രത്നങ്ങളാൽ നിർമ്മിച്ച കൊട്ടാരത്തിൻ്റെ മുകളിലിരിക്കുന്ന പ്രാവിനെ പോലെ ശോഭിക്കുന്നവൾ പാരാവതം പ്രാവാണ്. ശാന്തിയുടെയും മനോഹാരിതയുടെയും പ്രതീകമായിട്ട് ഇവിടെ അമ്മയെ ഉപമിച്ചിരിക്കുന്നു. ഹ്രീങ്കാരാമരപാദപാഗ്രവിഹരത് സംഹൃഷ്ടകേകീം ഭജേ. ഹ്രീം എന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ അമരപാദപം, കൽപ്പകവൃക്ഷമാണ്, കൊമ്പുകളിൽ ആനന്ദത്തോടെ നൃത്തം ചെയ്യുന്ന മയിലിനെ പോലെ വിളങ്ങുന്ന അമ്മേ, ഞാൻ അമ്മയെ ഭജിക്കുന്നു. ഹ്രീങ്കാരാംബുജ ചഞ്ചലാം. ഹ്രീം എന്ന താമരപ്പൂവിലിരിക്കുന്ന ലക്ഷ്മി സ്വരൂപമായ അമ്മ. ചഞ്ചല എന്നതുകൊണ്ട് ലക്ഷ്മി ദേവിയെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഹൃദി ഗതാം, എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന അമ്മ. ഹ്രീങ്കാര വർണ്ണാത്മികാം. ഹ്രീം എന്ന അക്ഷരത്തിൻ്റെ തന്നെ, ഹ്രീം എന്ന ശക്തിപ്രണവമായ മന്ത്രത്തിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ദേവി. അമ്മ കേവലം ഏതെങ്കിലും ഒരു രൂപമല്ല, മറിച്ച് ഹ്രീം എന്ന ശക്തിപ്രണവ മന്ത്രത്തിൻ്റെ ചൈതന്യമാകുന്നു എന്നാണ് ഈ ശ്ലോകം സമർത്ഥിക്കുന്നത്. ആ ചൈതന്യം അറിവിൻ്റെ കടലിലെ രത്നമാണ്, കൽപ്പകവൃക്ഷത്തിലെ മയിലാണ്, രത്നം കൊണ്ടുള്ള കൊട്ടാരത്തിലെ പ്രാവാണ് എന്നിങ്ങനെയൊക്കെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള എല്ലാ വിശേഷണങ്ങൾക്കും ഉടമയായ അമ്മ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. ആരുടെയും ഒരപേക്ഷയും ഇല്ലാതെ ഒരു വ്യക്തിയുടെ ദുഃഖം മനസ്സിലാക്കി, കഷ്ടതകൾ മനസ്സിലാക്കി, സ്വയം ചെന്ന് പ്രതിഫലമിച്ഛിക്കാതെ സഹായം ചെയ്യുന്നയാളിനെ ദയാലു എന്ന് പറയുന്നു. ദയ രൂപമെടുത്താൽ അത് ദേവിയായി. ദയ മൂർത്തീഭവിച്ചവൾ എന്ന അർത്ഥത്തിൽ ലളിതാ സഹസ്രനാമത്തിലെ 581 മന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന മന്ത്രമാണ് ദയാമൂർത്തി എന്നത്. ദയയുടെ മൂർത്തിയായിട്ടുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. മറ്റു ജീവികളോടുള്ള കാരുണ്യമാണ് ദയ. ദുഃഖിപ്പിക്കരുത്, രക്ഷിക്കണം, ദുഃഖത്തിൽ നിന്നെല്ലാം മോചിപ്പിക്കണം എന്നിങ്ങനെയുള്ള വിചാരം, അനുകമ്പ, ഇതൊക്കെയാണ് ദയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളിലും ജഗന്മാതാവായ അമ്മയുടെ ദയയുണ്ട്. വെള്ളവും കാറ്റും അഗ്നിയും സൂര്യൻ്റെ ചൂടും എല്ലാം അവയുടെ നിശ്ചിതമായ പരിധികൾക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവ നമുക്ക് സുരക്ഷിതമായി ജീവിക്കുന്നതിനുള്ള അവസരമൊരുക്കുന്നത്. അവയുടെ എല്ലാം പരിധി കടന്നു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് മതി ഈ ലോകം നശിപ്പിക്കുവാൻ. അവയെല്ലാം ജീവികൾക്ക് സഹായകരമായ വിധത്തിൽ നിയന്ത്രിക്കുന്ന ദയാമൂർത്തിയാണ് ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരീ ദേവി. അതുകൊണ്ടാണ് അമ്മ ദയാമൂർത്തിയാകുന്നത്. ദയ തന്നെ മൂർത്തിയായിട്ടുള്ള ദേവിയാണ് അമ്മ. ഓം ദയാമൂർത്യൈ നമഃ. ഓം. ഓം ഹ്രീം ദയാമൂർത്യൈ നമഃ. സമസ്ത ദോഷങ്ങൾക്കും ശാന്തി നൽകുന്ന ഒരു മന്ത്രമാണിത്. ദേശകാലഭേദമില്ലാതെ എല്ലാ സമയവും ജപിക്കാവുന്ന ഒരു മന്ത്രം. ധനം നഷ്ടപ്പെടാതെ നിലനിർത്തുന്നതും ആയുരാരോഗ്യ സൗഖ്യം നൽകുന്നതുമായ ഈ മന്ത്രം കുടുംബത്തെ ഒരു കവചം പോലെ രക്ഷിക്കുന്നു. രാജാക്കന്മാരെ കീഴടക്കി അവർക്ക് ഭരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ആണ്ടുതോറും അതിന് പകരമായി കപ്പം വാങ്ങുന്ന മഹാരാജാവിനെ സമ്രാട്ട് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള സമ്രാട്ടുകളെ കീഴടക്കിക്കൊണ്ട് അവരിൽ നിന്നും കപ്പം വാങ്ങുന്ന സമ്രാട്ടിനെ മഹാസമ്രാട്ട് എന്ന് പറയും.
മഹാസമ്രാട്ടിൻ്റെ അധീനതയിലുള്ള പ്രദേശത്തെ മഹാസാമ്രാജ്യം എന്നും പറയുന്നു. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത് എന്നാവും അല്ലേ? കാരണമുണ്ട്. അമ്മ മഹാസാമ്രാജ്യശാലിനിയാണ്. അടുത്ത നാമമന്ത്രമാണ് ഇത്. മഹാസാമ്രാജ്യശാലിനി. മഹാസാമ്രാജ്യത്തിൻ്റെ അധീശ്വരിയാണ് ദേവി. കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളുടെ അധീശ്വരിയാണ് അമ്മ. എല്ലാ പ്രപഞ്ചങ്ങളെയും സൂചിപ്പിക്കുന്നതുകൊണ്ട് മഹാസാമ്രാജ്യം എന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ശാലിനി എന്ന പദത്തിന് ഗൃഹനായിക എന്നും അർത്ഥമുണ്ട്. പ്രപഞ്ചമാകുന്ന ഗ്രഹത്തിന് നായിക എന്ന് ഈ മന്ത്രത്തിന് അങ്ങനെ വരുമ്പോൾ അർത്ഥമുണ്ടാകുന്നു. അതുകൊണ്ട് സാമ്രാജ്യങ്ങൾക്ക് ഉടമയായവൾ, സർവ്വലോകങ്ങളെയും ഭരിക്കുന്നവൾ എന്നിങ്ങനെ ഈ മന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട്. മഹാകൈലാസമാണ് മഹാസാമ്രാജ്യം എന്നും അതുകൊണ്ട് മഹാകൈലാസത്തെ നിയന്ത്രിക്കുന്ന ദേവി എന്ന അർത്ഥത്തിലാണ് മഹാസാമ്രാജ്യശാലിനി എന്ന് അമ്മയെ വാഴ്ത്തുന്നത് എന്നും ഒരു വ്യാഖ്യാനം കാണുന്നുണ്ട്. ഓം മഹാസാമ്രാജ്യശാലിന്യൈ നമഃ. ഓം ഹ്രീം മഹാസാമ്രാജ്യശാലിന്യൈ നമഃ. കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ അനിഷ്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു മന്ത്രമാണിത്. എത്ര വലിയ ആപത്ഘട്ടത്തിലും ജപിക്കാവുന്നതും ഉടനടി സുരക്ഷ നൽകുന്നതും അതായത് ഫലം നൽകുന്നതുമായ ഈ മന്ത്രം ലളിതാ സഹസ്രനാമത്തിലെ അമൂല്യമായ ഒരു മന്ത്രരത്നം തന്നെയാണ്. ശ്രീചക്രത്തിനു മുന്നിലോ 5 തിരിയിട്ട നിലവിളക്കിനു മുന്നിലോ ഇരുന്ന് ഈ മന്ത്രം 7 പ്രാവശ്യം ജപിച്ചാൽ 700 പ്രാവശ്യം ജപിക്കുന്ന ഫലം ലഭിക്കും. സിംഹത്തിൻ്റെ മുകളിൽ എല്ലാ ആയുധങ്ങളോടും കൂടിയിരിക്കുന്ന ദുർഗാദേവിയുടെ രൂപത്തിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ ആരാധിക്കുക, ധ്യാനിക്കുക. എത്ര വലിയ ശത്രുവിൻ്റെ ശക്തിയും അതോടെ നിഷ്പ്രഭമാവുന്നു എന്ന കാര്യം തീർച്ചയാണ്. ശ്രീ മഹാദേവി എല്ലാവരെയും എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.